അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മളിത് ഇവിടെ കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്ത് റെഡിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി വെച്ചിട്ട് നമ്മളൊരു അടാർ ഐറ്റമാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. വെളുത്തുള്ളിയുടെ വിലയൊക്കെ കുറേ ഉണ്ടല്ലോ, ഇത് റെഡിയാക്കി എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് സംഭവം. അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മുടെ ചീനച്ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഈ കടുകൊക്കെ പൊട്ടുന്ന നേരത്തിന് നമുക്ക് വേറെ പരിപാടി കൂടെ ചെയ്യാനുണ്ട്. ഈ വെളുത്തുള്ളി ഇടല്ലോ പപ്പാതിയാക്കാം. പപ്പാതിയാക്കിയതിന് ശേഷം അതന്നെ ഇത് നല്ല എന്താ പറയുക ഈക്വലാക്കി എടുത്തിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉലുവായിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അത് പൊട്ടുന്ന ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ പകുതി എടുത്ത് അതും കൂടെ അരയ്ക്കാം. എന്നിട്ട് ബാക്കി പകുതി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ആ തീ ഒന്ന് കുറച്ച് വെച്ചേക്കാം നമുക്കിപ്പോൾ. എന്നിട്ട് ആ എന്താ പറയുക അതിൻ്റെ പകുതി നമുക്ക് ഇതിനകത്തിടാം. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. അതെ, ആ സമയത്ത് ഇത് മൂത്ത് അപ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മൾ നമ്മുടെ എന്താ പറയുക പകുതി വെളുത്തുള്ളി നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിത് ഐറ്റം നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളുണ്ടല്ലോ കുറച്ച് ദിവസം ഇരിക്കാനായതുകൊണ്ടാണ് സ്വല്പം എണ്ണ കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വെളുത്തുള്ളിക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, ചില സമയത്ത് വളരെ വില കുറവായിരിക്കും, ചില സമയത്ത് ഭയങ്കര വിലയും കൂടുതലായിരിക്കും. അപ്പോൾ ഈ വില കുറവുള്ള സമയത്ത് ഇത് തയ്യാറാക്കി നമ്മൾ യാത്രകളിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ചപ്പാത്തിക്കും അല്ലെങ്കിൽ പിന്നെ ചോറൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു സൈഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വരും കേട്ടോ. നല്ല ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു മണം എല്ലാം കൂടെ വരുന്നുണ്ട്. കാരണം ഇത് അരച്ചെടുത്തതല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ഇത് വരുന്നുണ്ടോ അല്ലേ, എന്റെ കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മാത്രം സംഭവം എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ കുറച്ച് പൊടികൾ. വെളുത്തുള്ളിക്ക് അത്യാവശ്യം എരി കാണും അതിന്റെ കൂട്ടത്തില്. അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടെ എരി വേണമല്ലോ, കറിയാകുമ്പോൾ എരി ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളിത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താൽ അപ്പൊ എരിയും കിട്ടും, അത്യാവശ്യം ഒരു കളറും കിട്ടും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാവേ. അപ്പൊ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറണം. അപ്പൊ ആ മണം മാറുന്ന സമയത്ത് നമ്മൾ അരച്ച് ചേർത്ത വെളുത്തുള്ളി കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. അപ്പൊ ഈ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിയണം. എണ്ണ തെളിയുന്നതാണ് ഇതിന്റെ ഒരു റെഡിയായി വരുന്നുണ്ട് സംഭവം. അപ്പൊ നമ്മള് അധികം ഒത്തിരി തീയൊന്നും വെച്ചിട്ടില്ല, ഒരു മീഡിയം ഫ്ലെയിമില് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരും, ആ പൊടിയുടെ പച്ച മണമൊക്കെ മാറും. അപ്പൊ നമ്മള് വേറൊരു സാധനം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വാളംപുളിയാണ്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളുണ്ടല്ലോ ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുക. കാര്യം ഇതിനൊരു പുളിയുടെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അതായത് നമ്മുടെ വെളുത്തുള്ളി കാര്യങ്ങളെല്ലാം നന്നായിട്ട് മൂത്ത് റെഡിയായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ പുളിക്ക് എത്ര ആവശ്യമാണ് നമുക്ക് പുളി വേണ്ടിയെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതെ, നമ്മുടെ പുളിയുടെ എന്താ പറയുക നൂറൊക്കെ അനുസരിച്ച്. അപ്പൊ ഇനി നന്നായിട്ട് പിന്നെ ഒന്ന് എന്താ പറയുക ഇളക്കി യോജിപ്പിക്കുക. ഇപ്പൊ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പൊ നന്നായിട്ട് തിളക്കണം. ഇത് ഇപ്പൊ നമ്മള് നല്ല പുളികുളാന്ന് കൊമ്പളാണ്. അപ്പൊ പുളി ചേർത്തപ്പോഴത്തേക്ക് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ടുണ്ടല്ലോ നമുക്ക് ഇതിന് ആവശ്യമുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായപ്പൊടി ഇട്ടാൽ മതി. ഒത്തിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കായത്തിന്റെ ഒരു ടേസ്റ്റ് മുമ്പിരിക്കും. പക്ഷെ കായം ഉണ്ടെങ്കിൽ അതിലൊരു ടേസ്റ്റ് വരും. അപ്പൊ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര. അപ്പൊ ശർക്കരയോ അല്ലെങ്കിൽ നമ്മുടെ കരിപ്പട്ടി പറയുന്ന സാധനം ചക്കര, അതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരു എരിയും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി എന്താ പറയുക ആ ശർക്കരയെല്ലാം ഒന്ന് ലയിച്ച് ചേരണം. അപ്പൊ ഇത്രേ ഉള്ളു സംഭവം. ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് സമയം പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇത് സംഭവം റെഡിയാക്കി എടുക്കാനായിട്ട് നിസ്സാര സമയം മതി.
അപ്പൊ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. നല്ല എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഗ്ലാസ് നന്നായിട്ട് തണുത്തിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ദിവസങ്ങളോട് കേടുവരുന്നത് നമുക്ക് യാത്രകളിലൊക്കെ വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. നല്ലതാണ്. അപ്പൊ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയവർ അതിന്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് ആ ഓളം എന്നുള്ള ഓപ്ഷൻ കൂടെ ഓണാക്കി വിടുക. പിന്നെ പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഒരു കിടക്കാച്ചി സാധനമല്ലേ, ഒരു ഷെയർ കൂടെ ചെയ്തു. അടിപൊളി സാധനമാണ്. പിന്നെ വെളുത്തുള്ളി ആയതുകൊണ്ട് അടിപൊളി സാധനമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് അടിപൊളി വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.